നമസ്കാരം. കേരളം മൊത്തത്തിൽ ഇപ്പോൾ ഒരു മഴക്കാലമാണ്. മഴയും വെള്ളപ്പൊക്കമൊക്കെ ആയിട്ടിരിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മല്ലപ്പള്ളി മുരണി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറിൻ്റെ സ്ഥലത്ത് നമ്മൾ ഏകദേശം 1 ഏക്കറോളം സ്ഥലത്താണ് സോളാർ ഫെൻസിങ് ചെയ്തേക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു 1.5 വർഷത്തോളമായി സോളാർ ഫെൻസിങ് ചെയ്തിട്ട് ഇപ്പോൾ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നന്നായിട്ടിവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പന്നിയുടെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ പെർഫെക്റ്റായിട്ട് തന്നെ ഇവിടെ എല്ലാ കൃഷി കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. പന്നി ശല്യം ഒന്നുമേ ഇല്ല. അപ്പം ഇവിടുത്തെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പന്നിയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. അപ്പം കൃഷികൾ പല പ്രാവശ്യം ഞാൻ ചെയ്തിട്ടും അത് ഉപേക്ഷിച്ച് ഈ ഒരു രീതിയിലും നമുക്ക് കൃഷിയുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഞങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാവരും. അപ്പോൾ ആ സമയത്താണ് ഈ സോളാർ വേലി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിവ് ലഭിക്കുകയും പത്തനംതിട്ടയുള്ള ഈ ഏജൻസിയുമായി ബന്ധപ്പെട്ട് സോളാർ വേലി നിർമ്മിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെടുകയും അത് വളരെ നല്ല രീതിയിൽ ആ ഏജൻസിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ ഇവിടെ വന്ന് നിർമ്മിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുകയും അതിന് ഫലമായിട്ട് ഈ കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലമായിട്ട് വളരെ നല്ല രീതിയിൽ എനിക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നു. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞിപ്പം വീണ്ടും ആ കൃഷി ചെയ്യാൻ വേണ്ടി കൃഷിഭൂമി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. വളരെ ഏറ്റവും ഉപകാരപ്രദമാണ്. എല്ലാവരും ഇത് വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ള എല്ലാവരോടും. അപ്പോൾ നമ്മൾ ഈ ഒരു സൈറ്റിൽ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടി ആംഗ്ലറാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, നമ്മുടെ ടി ഷേപ്പിലിരിക്കുന്ന ആംഗ്ലറാണ് നമ്മൾ ടി ആംഗ്ലർ എന്ന് പറയുന്നത്. ടി ആംഗ്ലർ വെച്ചതിന് ശേഷം നമ്മൾ ബുഷും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ആ സൈഡിലോട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നോക്കിയോ, ഇതാണ് നമ്മുടെ ടി ആംഗ്ലർ വരുന്നത്. ടി ആംഗ്ലറിൽ നമ്മുടെ ഹോളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം 4 ബുഷുകൾ സെറ്റ് ചെയ്ത് ബുഷ് ഇവിടെ നമ്മൾ കെട്ടി വെച്ചേക്കാണ്. അതിൽ കൂടെയാണ് നമ്മുടെ ലൈനിങ് കാര്യങ്ങളൊക്കെ വലിച്ചു പോയേക്കുന്നത്. ഈ വയറിനെ പറ്റി വരുവാണെങ്കിൽ ഇത് നമ്മുടെ GI വയറാണ്. 14 ഗേജിൻ്റെ GIയുടെ ടാറ്റ വയറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ഈ ഫെൻസിങ്ങിനായിട്ട് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ബുഷ് കെട്ടാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 16 ഗേജിൻ്റെ വയറാണ്. ഈ സൈറ്റിൽ നമ്മുടെ അൾട്രായുടെ സോളാർ ഫെൻസിങ് എനർജൈസറാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടെ തന്നെ അതിൻ്റെ നമ്മുടെ എക്സൈഡിൻ്റെ 40 ഏജിൻ്റെ ബാറ്ററിയും മൈക്രോടെക്കിൻ്റെ സോളാർ പാനലുമാണ് നമ്മൾ ഈ ഒരു സൈറ്റിൽ നമ്മൾ ഫെൻസിങ്ങിൻ്റെ ഇൻസ്റ്റാളേഷൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ ഫെൻസിങ് നമ്മുടെ പവർ വരാനും കാര്യങ്ങളൊക്കെ അതാണ് ഇത്ര യൂണിറ്റാണ് നമ്മുടെ സോളാർ ഫെൻസിങ്ങിന് വരുന്നത്. കണ്ടോ, ഇതുവരെയാണ് നമ്മുടെ ലൈനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടെ സോളാർ ഫെൻസിങ് ചെയ്താലും എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഡേഞ്ചർ ബോർഡ്. നമ്മൾ ഇവിടെ സോളാർ ഫെൻസിങ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നും കറണ്ട് ഇതുവഴി പാസ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതാണ്. DC കറണ്ടാണ് പാസ് ചെയ്യുന്നത്, AC അല്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഈ ഒരു ഡേഞ്ചർ ബോർഡ്. നമ്മൾ ഡേഞ്ചർ ബോർഡ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഗേറ്റ് പാസ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടി ഗേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിങ്ങനെ ഊരിയിട്ട് അപ്പുറത്തോട്ട് പ്ലേസ് ചെയ്യാം. 2 എണ്ണം ഉണ്ട്. എന്നിട്ട് നമുക്ക് കാലുമൊക്കെ കയറിപ്പോവാം. അങ്ങനെ ഉപയോഗിക്കുന്ന സാധനമാണ് ഗേറ്റ്. തിരിച്ച് നമുക്ക് ഇതേപോലെ തന്നെ പിടിച്ചിട്ടാൽ മതി. അങ്ങനെയാണ് ഗേറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയതാണ് ഒരു മെയിൻ കാര്യമുണ്ട്. നമ്മുടെ കൃഷി സ്ഥലങ്ങൾക്കായിട്ട് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് സബ്സിഡി അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൃഷിഭവനിൽ പോയി നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് സബ്സിഡി ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സബ്സിഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ കൃഷി സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു സൈറ്റിൽ നമ്മൾ ഒത്തിരി അധികം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാണെന്ന് ഈ ഒരു സൈറ്റിലെ ഓണർ പറഞ്ഞിട്ടുള്ളത്. കാരണം ഒത്തിരി കൃഷിയും കാര്യങ്ങളും തെങ്ങും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പന്നിയുടെ ശല്യം കാരണം കൃഷിയും കാര്യങ്ങളൊന്നും നല്ലപോലെ നടത്താൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞാണ് നമ്മളിവിടെ സോളാർ ഫെൻസിങ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും. സോളാർ ഫെൻസിങ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പന്നിശല്യമൊക്കെ കംപ്ലീറ്റ്ലി നമുക്ക് ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ നല്ലതായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കൃഷിയും കാര്യങ്ങളും ഈ ഒരു സൈറ്റിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൃഷി സ്ഥലത്തും ഇതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം നിങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോളാർ ഫെൻസിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സോളാർ ഫെൻസിങ്ങിൻ്റെ പാർട്സും കാര്യങ്ങളെല്ലാം കൊറിയർ സർവീസ് എല്ലാം ചെയ്തു തരുന്നതായിരിക്കും. സോളാറിൻ്റെ ഉണ്ട്, സോളാർ ലൈറ്റുകളുണ്ട്, ഇൻവേർട്ടേഴ്സ്, ലിഥിയം ബാറ്ററി കാര്യങ്ങളെല്ലാം നമ്മുടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.